ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസങ്ങളിലായി പുതിയ നിയമത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം, 3 സുവിശേഷങ്ങൾ നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനുമൊക്കെ ദൈവം അവസരം നൽകി. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നു മുതൽ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും അവസാനത്തെ സുവിശേഷമാണല്ലോ ഇത്. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു യോഹന്നാൻ ശ്ലീഹ. ഏറ്റവും കൂടുതൽ വർഷം ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവസരം 12 ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് മാത്രമാണ് ലഭിച്ചത്. പത്മോസിലേക്ക് അദ്ദേഹം അവസാനം നാടുകടത്തപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹമാണ് യേശു, നമ്മുടെ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനായി അറിയപ്പെടുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ആണ്. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അദ്ദേഹമായിരുന്നു. പ്രായം കൂടിയ ആൾ പത്രോസായിരുന്നെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മറ്റ് 3 സുവിശേഷങ്ങളും പഠിച്ചതിന് ശേഷമാണ് അവസാനം ഈ സുവിശേഷം എഴുതുന്നത്. അദ്ദേഹം AD 95 എഫേസ്യൂസിൽ വെച്ച് ഇത് എഴുതി പൂർത്തീകരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം AD 55-60 കാലഘട്ടങ്ങളിൽ എഴുതിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്രയും വർഷത്തെ ഗ്യാപ്പുണ്ട് ഈ സുവിശേഷം എഴുതിയതിന്. അപ്പോൾ മറ്റ് 3 സുവിശേഷങ്ങളിലുമുള്ള പല കാര്യങ്ങളും ഈ സുവിശേഷത്തിലില്ല. ഇതിന് പ്രത്യേകിച്ച് മറ്റ് സുവിശേഷം പറഞ്ഞുള്ള ഉപമകളൊന്നുമില്ല. 4 സുവിശേഷങ്ങളും പഠിച്ചതിന് ശേഷം അതിൻ്റെ ദൈവശാസ്ത്രപരമായ ചിന്തകളാണ് കൂടുതലും യോഹന്നാൻ ശ്ലീഹ ഇതിലെഴുതാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. അതായത് ബാഹ്യമായ ഓരോ സംഭവങ്ങളും അതിൻ്റെ ബാഹ്യമായ വിശദാംശങ്ങളെക്കാൾ ഉപരിയായി അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് ചൂഴ്ന്ന് ഇറങ്ങി അദ്ദേഹം അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിലൂടെ പൂർണ്ണമാക്കപ്പെട്ട രക്ഷാകര രഹസ്യം വെളിപ്പെടുത്തുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ശിഷ്യന്മാരുടെ മുൻപാകെ പ്രവർത്തിച്ച കർത്താവിൻ്റെ അത്ഭുതങ്ങളെ അടയാളം എന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. അടയാളമെന്ന് പറഞ്ഞാൽ സംഭവിച്ചതോ സംഭവിപ്പാൻ പോകുന്നതുമായ കാര്യങ്ങളുടെ സൂചനയാണ്. അതായത് യേശുക്രിസ്തു ചെയ്ത ഓരോ അത്ഭുതങ്ങളും ആ വ്യക്തിയിൽ അത് അവസാനിക്കുന്നില്ല. ഭാവിയിൽ എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന സൗഖ്യത്തിൻ്റെ ആദ്യത്തെ അടയാളം, സൂചന മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചിന്തയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് വേദവിപരീതങ്ങൾ സഭയിൽ ഉടലെടുത്തിട്ടുണ്ട്, വിശ്വാസ വിപരീതങ്ങൾ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതെഴുതുന്നത്. അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ആമുഖത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ ഏകദേശം ആ ഒരു പാരഗ്രാഫ്, ഒരു 15-16 വാക്യങ്ങൾ വരെ അദ്ദേഹം അതാണ് ആ വേദവിപരീതത്തിന് എതിരായിട്ടുള്ള ഭാഗങ്ങളാണ് അത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് യേശു പൂർണ്ണ ദൈവം മാത്രമാണെന്നും യേശു മനുഷ്യൻ മാത്രമാണെന്നും യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വിശ്വാസ വിപരീതങ്ങൾ ആദ്യ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ സഭയിൽ തന്നെ ഉടലെടുക്കുകയും
ആളുകൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം ഈ സുവിശേഷം അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം യോഹന്നാൻ്റെ സുവിശേഷം, പിന്നീട് 3 ലേഖനങ്ങൾ, അത് ചെറിയ ലേഖനങ്ങളാണ്, 3 ലേഖനങ്ങൾ എഴുതി അവസാനം വെളിപ്പാട് പുസ്തകവും എഴുതി പത്മോസ് ദ്വീപിൽ വെച്ച്. കർത്താവിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ വിളിക്കപ്പെട്ട നാളുകൾ മുതൽ ഏറ്റവും ചേർന്ന് നടന്ന ശിഷ്യനായതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ മനസ്സിലാക്കാതെ പോയതോ വിസ്മരിച്ചോ ആയ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ഈ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വാസ്തവത്തിൽ വേദവിപരീതത്തിന് എതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശക്തമായ പഠിപ്പിക്കലുകളാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് പോലെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത്. ആദിയിൽ എന്നും പറഞ്ഞാണ്. ആദിയിൽ എന്ന് പറഞ്ഞാൽ അതിന് ദിവസങ്ങളോ മാസങ്ങളോ ഡേറ്റുകളോ ഒന്നും ആർക്കും പറയാനാവില്ല. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടോ അന്ന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഇവിടെ യേശുവിനെ വചനം എന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് പിതാവായ ദൈവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ തൻ്റെ മാർവിലായിരുന്ന ആ വചനം, ആ ശബ്ദം, അത് യേശു തമ്പുരാനായിരുന്നെന്നും പറഞ്ഞാണ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട വചനങ്ങളെക്കുറിച്ചല്ല, ആ ലിഖിതങ്ങളെക്കുറിച്ചല്ല ഇത് പറയുന്നത്, യേശു എന്ന വ്യക്തിയെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവ് ഏകദേശം 30-ലധികം പേരിൽ പുതിയ നിയമത്തിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. കർത്താവ് തന്നെക്കുറിച്ച് ഞാൻ സത്യമാണ്, വഴിയാണ്, ജീവനാണ്, ഞാൻ നല്ല ഇടയനാണ്, മുന്തിരിവള്ളിയാണ്, അങ്ങനെ ഒരുപാട് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മശിഹ, രക്ഷകൻ, അങ്ങനെ ഒരുപാട് ഏകദേശം 30-ലധികം പേരുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിലൊന്നാണ് വചനമെന്ന ഈ ഒരു വിശേഷണം. അപ്പോൾ പുത്രൻ്റെ നിത്യതയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുക. പുത്രൻ, കാരണം അറിയോസിൻ്റെയൊക്കെ കാലത്ത് പുത്രൻ പിന്നീട് ജനിച്ചവനാണെന്നൊക്കെയുള്ള വേദവിപരീതത്തിന് അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷം. അവൻ ദൈവത്തോടൊപ്പമായിരുന്നു, അവൻ ദൈവമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഒരുപാട് നമുക്ക് വിശദീകരിക്കാനുള്ള ദൈവശാസ്ത്രപരമായി, പക്ഷെ അതിനുള്ള അവസരം നമുക്കിപ്പോൾ ഇല്ലല്ലോ. ഏകദേശം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ ഒരു രത്നചുരുക്കമാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ 2-ാം ഖണ്ഡിക. നമ്മളങ്ങനെ വായിക്കുക: ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും, പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും, സാരാംശത്തിൽ തന്നോട് സമനായിരിക്കുന്നവനും എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ വേദഭാഗം ഉണ്ടല്ലോ, ആ വിശ്വാസ പ്രമാണം. അത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ ഒരു രത്നചുരുക്കമായി നമുക്ക് കാണാവുന്നതാണ്. അത് അക്കാലത്തുണ്ടായ വിശ്വാസ വിപരീതത്തിനെതിരായിട്ടാണല്ലോ നിക്കായിൽ ആ വിശ്വാസ പ്രമാണം പിതാക്കന്മാർ ക്രോഡീകരിക്കുന്നത്. അതിന് യോഹന്നാൻ്റെ സുവിശേഷമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, എല്ലാം അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ആ വെളിച്ചത്തെ കീഴടക്കുവാൻ ഇരുളിന് സാധിച്ചിട്ടില്ല. എന്നിട്ട് യോഹന്നാൻ ആരായിരുന്നു? ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനായിരുന്നെന്നും അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനാണെന്നും എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ആരെക്കുറിച്ചാണോ സാക്ഷ്യം പറഞ്ഞത് അവനാണ് യഥാർത്ഥ വെളിച്ചം.
എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ലോകം അവനെ മനസ്സിലാക്കിയില്ല. യേശുവിനെ യഹൂദന്മാർ തിരസ്കരിക്കുന്നതിനെക്കുറിച്ച് അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുപോലെ പുതിയ നിയമത്തിൽ യേശുവിൽ ഒരാൾ ജനിക്കുന്നത് മനുഷ്യൻ്റെ ഇച്ഛയാലല്ല, മനുഷ്യൻ്റെ രക്തത്തിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നത്ര ജനിക്കുക. ദൈവത്തിൽ നിന്നുള്ളതായ ജനനമാണ് സഭയിലെ ജനനം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ 14-ാം വാക്യത്തിലാണ് മനുഷ്യാവതാരത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന സകല സൃഷ്ടിക്ക് മുഖാന്തരമായിരുന്ന ആ വചനം പിന്നെ ജഡം ധരിച്ച് ലോകത്തിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു. അപ്പം അതാണ് നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ, അതിൻ്റെ ആമുഖത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 19 മുതലുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. യഹൂദന്മാർ ഈ സ്നാപക യോഹന്നാൻ വന്ന് ഈ മാനസാന്തര സുവിശേഷമൊക്കെ പ്രസംഗിക്കുകയും സ്നാനം തുടങ്ങുകയും ചെയ്തപ്പോൾ അവർ സ്നാപക യോഹന്നാൻ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം സ്നാപക യോഹന്നാൻ്റെ ജനനവും മറ്റ് സുവിശേഷങ്ങളിൽ സ്നാനവും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആവർത്തനം ആവശ്യമില്ല. അപ്പോഴത്തേക്കും യോഹന്നാൻ ഇത് എഴുതുമ്പോഴത്തേക്കും ആ 3 സുവിശേഷങ്ങളും സഭയിൽ അത് പ്രചരിക്കപ്പെട്ടു. ഇനി അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ബാക്കി ഭാഗങ്ങൾ അദ്ദേഹം എഴുതാൻ ആരംഭിക്കുന്നത്. എന്നിട്ട് സ്നാപക യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മശീഹായാണോ? അവൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ പിന്നാലെ വരുന്നവനാണ്. നീ പിന്നെ ആരാണ്? ഏലിയാവാണ്. ഏലിയാവ് 2ാമത് വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യേശു പറഞ്ഞു, ഈ സ്നാപക യോഹന്നാൻ തന്നെയാണ് ഏലിയാവെന്ന് യേശു പറഞ്ഞു, നമ്മൾ നേരത്തെ കേട്ടു എന്ന് പറഞ്ഞാൽ ഏലിയാവ് അതുപോലെ വന്നെന്നില്ല. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്ന് എല്ലാം ക്രമീകരിക്കാൻ വരും മശീഹയുടെ ആഗമനത്തിന് മുൻപ്. അതാണ് ഞാൻ. പക്ഷെ ഞാൻ ഏലിയാവല്ലെന്ന് സ്നാപക യോഹന്നാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് പിന്നെ സ്നാനം കഴിപ്പിക്കുന്നത്? നീ ദൈവത്താൽ വന്നവനല്ലെങ്കിൽ, നീ അങ്ങനെയുള്ള ഒരു മശീഹ അല്ലെങ്കിൽ നീ എന്ത് അധികാരം കൊണ്ട് നീ എന്തിനാണ് ഈ സ്നാനം കഴിപ്പിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനസാന്തര സ്നാനം മാത്രമാണ് കഴിക്കുന്നത്. എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറിപ്പ് അവൻ്റെ ദാസനായിരിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാൻ്റെ ആ പ്രഖ്യാപനം, യേശുവിനെക്കുറിച്ചുള്ള സ്നാപക യോഹന്നാൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. 29 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു തമ്മിൽ നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ പറഞ്ഞ എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയവനെന്ന് പറഞ്ഞവൻ ഇവനാണ്. ഞാൻ ഈ ലോകത്ത് വന്നത് അവനെ ലോകത്തിന് ഞാൻ സ്നാനശുശ്രൂഷ നടത്തുന്നത് അവനെ വെളിപ്പെടുത്തുവാനാണെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞു. യേശുവിൻ്റെ സ്നാനം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ തന്നെ ലോകത്തിന് വെളിപ്പെടുത്താനായിരുന്നു. അപ്പോൾ ആ സ്നാപക യോഹന്നാൻ ശുശ്രൂഷ നടത്തിയത് തന്നെ മശീഹായെ ലോകത്തിന് വെളിപ്പെടുത്താനാണ്. പക്ഷേ യേശു ആണ് യഥാർത്ഥ മശീഹ എന്ന് ആ സമയത്ത് യോഹന്നാൻ അറിഞ്ഞുകൂടാ. പക്ഷെ പിതാവായ ദൈവം യോഹന്നാൻ അടയാളം കൊടുത്തു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുമോ അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന അടയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 31 മുതൽ നമ്മൾ വായിക്കുന്നത്. ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നു, ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവശ്യിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനിത് കാണുകയും ഇവൻ ദൈവത്തിനെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവം സ്നാപക യോഹന്നാന് കൊടുത്ത അടയാളമായിരുന്നു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങുമോ അവനാണ് മശീഹ.
അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്, യോഹന്നാൻ പറയുന്നത് ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. കുടുംബപരമായിട്ടറിയാം, അവർ കസിൻസ് ആണല്ലോ. എന്നാൽ മശിഹായാണോ ഇല്ലയോ എന്ന് യോഹന്നാന് വ്യക്തമാകുന്ന സ്ഥാനസമയത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനുശേഷം യേശു പോയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാരണം പഴയ നിയമത്തിൽ ആടുകളുടെ മേൽ മനുഷ്യൻ്റെ പാപം മൃഗങ്ങളുടെ മേൽ ആവഹിക്കപ്പെട്ട് അതിനെ യാഗമായി അർപ്പിക്കുമ്പോൾ ഇത് ലഭിച്ചിരുന്ന താൽക്കാലികമായ പാപമോചനം, അതെല്ലാം യേശു എന്ന കുഞ്ഞാടിൻ്റെ യാഗമുഖാന്തരമുണ്ടാകുന്ന നിത്യപാപമോചനത്തിൻ്റെ നിഴലായി സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം യേശു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുമായ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ യേശു കടന്നു പോകുമ്പോൾ അവനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്ന രണ്ടുപേര് യോഹന്നാനെ പിന്നാലെ അനുഗമിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശു തിരിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ യേശുവിനോട് ചോദിക്കുന്നു, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ അവർക്ക് കൂടുതൽ യേശുവിനോട് സംസാരിക്കാനുണ്ടാകാം. യേശു പറഞ്ഞു, നിങ്ങൾ വന്ന് കാണുക. നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്, പോയി കാണുക എന്ന് പറയുന്ന 1000 വാക്കുകളേക്കാൾ ശക്തമാണ് വന്ന് കാണുക എന്ന് പറയുന്നത്. വന്ന് കാണാൻ പറയണമെങ്കിൽ 1 അനുഭവസ്ഥനായിരിക്കണം, 2 വരുന്നവൻ അനുഭവം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ടാകണം, 3 ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വന്ന് കാണാൻ പറയാൻ പറ്റുള്ളൂ. പോയി കാണുക എന്ന് പറയാൻ പ്രയാസമൊന്നുമില്ല. അവർ അന്ന് യേശുവിൻ്റെ കൂടെ ഒറ്റ രാത്രി അവർ യേശുവിൻ്റെ കൂടെ താമസിച്ചു. അതോടുകൂടി അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാകാനായിട്ട് തീരുമാനിക്കുകയാണ്. യേശു അവരെ വിളിക്കുമ്പോൾ ഏകദേശം 10 മണി ആയിരുന്നു എന്ന് പറഞ്ഞാൽ വൈകിട്ട് 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 6 മണി എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് 12 മണിയാണ്. അപ്പോൾ 10 മണി എന്ന് പറഞ്ഞാൽ വൈകിട്ട് 4 മണി. അന്ന് യേശുവിൻ്റെ ഒറ്റ രാത്രി അവർ യേശുവിൻ്റെ കൂടെ അവിടെ ചെന്ന് താമസിച്ചു. അന്ന് അന്ത്രയോസും യോഹന്നാനുമായിരുന്നു യേശുവിനൂടെ പോയെന്ന് നമ്മൾ പിന്നീട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരാണ് പിന്നെ മറ്റ് ശിഷ്യന്മാരോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നതും ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് സാക്ഷ്യം നൽകുന്നതുമൊക്കെ അവരാണ്. ഒറ്റ രാത്രി യേശുവിൻ്റെ കൂടെ താമസിച്ചപ്പോൾ തന്നെ യേശു ആരാന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 43 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, പീലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിനാൽ വിളിക്കപ്പെട്ട പീലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, അദ്ദേഹം നഥാനിയേൽ എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതാണ്. പീലിപ്പോസ് നഥാനിയേലിനെ കണ്ടപ്പോൾ പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. അവൻ ആരാന്ന് ചോദിച്ചാൽ ജോസഫിൻ്റെ മകൻ നസറേത്തിൽ നിന്നുള്ള യേശുവാണ്, നാം മശിഹ, നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ മശിഹ ലോകരക്ഷകൻ യേശുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, നസറേത്തിൽ നിന്നുള്ള യേശു അങ്ങനെ അതായത് നസറേത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ? കാരണം അത് ചെറിയൊരു ഗ്രാമമാണ്. മശിഹ എന്ന നന്മ യെരുശലേമിൽ നിന്ന് വരുമെന്നാണ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്നത്, രാജകൊട്ടാരത്തിൽ നിന്ന്. കാരണം പ്രവചനം ഈശായുടെ കുറ്റിയിൽ നിന്ന്, ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്നൊക്കെയാണ് യേശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരാൾ വരണമെങ്കിൽ യെരുശലേമിൽ രാജകൊട്ടാരത്തിൽ നിന്നായിരിക്കണം വരുന്നത്. അപ്പോൾ അത് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, മശിഹ എന്ന നന്മ
അത് ഈ നസറേത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണോ വരാൻ പോകുന്നത്? അപ്പോൾ പീലിപ്പോസും നഥാനിൽ പറയുന്ന വചനമാണ്, നീ വന്നു കാണുക. യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നീ വന്നു കാണാൻ. നമ്മളൊക്കെ പലപ്പോഴും പോയി കാണാൻ പറയും. പോയി കാണാൻ പറയുന്നത് ഒരു ബോർഡിൻ്റെ ജോലിയാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ആ സ്ഥലത്തേക്കുള്ള ബോർഡ് കണ്ട് നമ്മൾ യാത്ര ചെയ്യും. ബോർഡ് നമുക്കൊരു വഴികാട്ടിയാണ്. പക്ഷെ ബോർഡ് ഒരിക്കലും നമ്മൾ എത്തുന്ന സ്ഥലത്ത് എത്തുകയില്ല. പക്ഷെ ദൈവം നമ്മളെ ലോകത്തിലെ കർത്താവിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മളെ നിയമിച്ചിരിക്കുന്ന ബോർഡാകാനല്ല, കൂടെ കൊണ്ടുപോയി കാണിക്കുവാനാണ്. ഇപ്പം ഈ ഫിലിപ്പോസ് നഥാനിയേൽ എന്ന് പറയുന്ന ഈ മനുഷ്യനുമായിട്ട് ചെല്ലുമ്പോൾ ഈശോനെ കണ്ടപ്പോൾ പറയുന്നൊരു സാക്ഷ്യം ഇതാണ്, ഇവന് സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടതയില്ല. ലക്ഷോപലക്ഷം യഹൂദന്മാരെ അന്നുണ്ട്. അവരിൽ നിന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് മാത്രം യേശു സാക്ഷ്യം പറഞ്ഞു, ഇവൻ കപടതയില്ലാത്തവൻ, ഇവനാണ് യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എല്ലാവരും യേശുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ യേശു ഒരു മനുഷ്യനെക്കുറിച്ച് ഇവിടെ സാക്ഷ്യം പറയുകയാണ്. യഥാർത്ഥ ഇസ്രായേലിൻ മനസ്സിൽ കപടതയില്ലാത്തവനാണ്. നമ്മളെക്കുറിച്ചൊരു യഥാർത്ഥ വിശ്വാസി എന്നോ അല്ല യഥാർത്ഥ ജ്ഞാനക്കാരനോ നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അങ്ങനെ നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതിനിതൊക്കെ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവരും കർത്താവിൻ്റെ ശിഷ്യത്തിലേക്ക് വിളിച്ചവർ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുക. അപ്പോൾ നഥാനിയേൽ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടതാണ്. ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുൻപ് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. പ്രിയമുള്ളവരിൽ, നാം കാണുന്നതിന് മുൻപേ നമ്മെ കാണുന്ന ദൈവം. അപ്പം മരത്തിൻ്റെ ചുവട്ടിലിരുന്നാലും മരത്തിൻ്റെ മുകളിലിരുന്ന സക്കായിയെയും ദൈവം കണ്ടു. സക്കായി യേശുവിനെ കാണുന്നതിന് മുൻപ് യേശു സക്കായിയെ കണ്ടു, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെയിരുന്നാലും, മരത്തിൻ്റെ മുകളിലിരുന്നാലും മരത്തിൻ്റെ ചുവട്ടിലിരുന്നാലും എവിടെയിരുന്നാലും ദൈവം നമ്മളെ കാണുന്നു എന്നുള്ള ഒരു വലിയ സത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയത്, ഞാൻ നിന്നെ മറിഞ്ഞ് എവിടെ പോകും? ഉയരത്തിൽ കയറിയാലും പാതാളത്തിൽ ചെന്നാലും സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നാലും അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യമുണ്ട്. നീ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്, ചൈതന്യമാണെന്നുള്ള സാക്ഷ്യം. അപ്പം ഇത് പറഞ്ഞപ്പോൾ നഥാനിയേൽ പറഞ്ഞു, ഞാൻ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ തന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥാനിയേൽ പറഞ്ഞു, അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രാജാവ് തന്നെയാണ് നീ. യേശുവിനെ പറയുന്നു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടുവെന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? ഇതിനേക്കാൾ വലിയ കാര്യം നീ കാണും. ഇത് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേലിറങ്ങി വരുന്നതും നിങ്ങൾ കാണും. സ്വർഗത്തിലേക്ക് മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് മുമ്പ് കണ്ടത് യാക്കോബാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കല്ല് തലയണയായി വെച്ച രാത്രിയിൽ യാക്കോബ് കണ്ട ദർശനമാണ് സ്വർഗത്തോളം എത്തുന്ന കോവണി. മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അത് യേശുവിനെ സൂചിപ്പിച്ചതായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം. ആ കോവണി അത് വാസ്തവത്തിൽ ക്രിസ്തുവാണ്. ആ കോവണിയിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാവുന്നത്. കോവണിയിലൂടെയുള്ള കയറ്റം അത് ശ്രമകരമാണ്.
ഓരോ സ്റ്റെപ്പും നമ്മൾ ആയാസപ്പെട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. സ്വർഗരാജ്യ പ്രവേശനം അപ്രകാരം തന്നെയാണ്. പിന്നെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പുത്രപിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് സ്തെഫാനോസ് സഹതയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ കല്ലേറ് കൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മരണ സമയത്ത് അദ്ദേഹം കാണുന്നു സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും. അപ്പം ഇത്രയും സംഭവങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് ആമുഖമായി നമ്മൾക്കപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. 1 മുതൽ ഏകദേശം 18-ാം വാക്യം വരെ അതിൻ്റെ ഒരു ആമുഖമായി കാണുന്നു. അത് ഞാൻ പറഞ്ഞില്ല, അന്നുണ്ടായിരുന്ന എല്ലാ വിശ്വാസ വിപരീതത്തിനും ഉള്ള ഒരു വലിയ മറുപടിയാണ് യോഹന്നാൻ ശ്ലീഹ അവിടെ കൊടുക്കുന്നത്. കാരണം യേശുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞവനും ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായിക്കാണ്. അപ്പം ഈ സുവിശേഷം ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീരണം. ഇത് വളരെ ഡെപ്തിൽ ചിന്തിക്കേണ്ടതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഓരോ വാക്യങ്ങളും. എങ്കിൽ നമുക്ക് ഒന്ന് വായിച്ചു പോകാം. എല്ലാവരും ഇനി ഇത് വായിക്കുക. അതനുസരിച്ച് ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. മറ്റ് 3 സുവിശേഷങ്ങളും നമ്മൾ വായിച്ചതുപോലെ ഈ സുവിശേഷവും വായിക്കുവാൻ നിങ്ങളുടെ സ്നേഹിതരെ നിങ്ങൾ പ്രേരിപ്പിക്കുക. നിങ്ങൾക്ക് അറിവുള്ളവർക്കൊക്കെ ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മളോടൊത്ത് ബൈബിൾ വായിക്കാൻ വേണ്ടി മാത്രമാണ്. അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ടുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.